സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ നെറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് പേപ്പർ 1 എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം, ചുരുക്കി പറയുകയാണെങ്കിൽ. പക്ഷേ പല കുട്ടികളും അത് കൃത്യമായിട്ട് നോക്കി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു രഹസ്യം. നിങ്ങൾ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെറ്റ് എക്സാമിനേഷനിലെ പേപ്പർ 1 കൊടുക്കേണ്ട സിഗ്നിഫിക്കൻസ്, കൊടുക്കേണ്ട സമയം എപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ പോയിന്റ് ആണ്: ദ സ്മാർട്ട് ലേണിംഗ് ഓഫ് 10 യൂണിറ്റ്സ്. എങ്ങനെ നമുക്ക് ഈ 10 യൂണിറ്റുകളെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ക്രിസ്റ്റൽ നെറ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചാറ്റ് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നല്ലത്. വെയിറ്റിംഗ് ഫോർ എ റെസ്പോൺസ് സോ ദാറ്റ് വി കൻ കണ്ടിന്യൂ. കാണുന്നുണ്ടോ? Yes, sir. താങ്ക് യു ഫൈൻ. ഓക്കെ. സോ നമ്മൾ ഈ UGC നെറ്റ് പേപ്പർ 1 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ടിപ്പുകൾ കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകാം. ദർ വിൽ ബി അറൌണ്ട് 30 to 45 minutes ഓഫ് ഇന്ററാക്ഷൻ. നിങ്ങൾ ഇന്ററാക്ഷൻ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ററാക്ഷൻ നല്ലപോലെ തരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ അതിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ കാര്യം, ഞാൻ പറയുന്നത് പോലെ എപ്പോഴും നിങ്ങൾ ക്രിസ്റ്റന്റെ പല പ്രോഗ്രാംസിൽ നിങ്ങൾ കേൾക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീ സെഷൻസ്, ഫ്രീ ക്ലാസ്സസ്, ഫ്രീ ടെസ്റ്റുകൾ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ നെറ്റ് എക്സാമിനേഷൻ റിയൽ എഴുതാൻ പോകുന്ന നേരത്തെ നിങ്ങൾക്ക് 3 hours ഓഫ് ടൈം ഉണ്ടാവും. ഈ 3 മണിക്കൂറിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ പേപ്പർ 1 നിന്നും 100 ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേപ്പർ 2 എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാവരും നോക്കാൻ വേണ്ടി പോകുന്നത് ഈ 100 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഈ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നെറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ JRF കിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പാക്കുക. കുറെ കുട്ടികളുണ്ട്, ഞാൻ പേപ്പർ 2 മാത്രം പഠിച്ച്, എസ്പെഷ്യലി PG ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ ടെൻഡൻസിയാ. അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പേപ്പർ 2. PG എന്താണ്? പേപ്പർ 2 ആണ്. സോ അത് മാത്രം ഒന്ന് പഠിച്ചിട്ട് എഴുതി നോക്കാം. കിട്ടിയില്ലെങ്കിലോ? പ്രാവശ്യം കിട്ടില്ല, അടുത്ത പ്രാവശ്യം എന്തായാലും പഠിക്കണം. ഇങ്ങനെ കുറെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ തോന്നുമെങ്കിലും നമ്മൾ അപ്പോഴും മറന്നു പോകുന്ന ഒരു ടോപ്പിക്കാണ് പേപ്പർ 1 എന്നുള്ളത്. പേപ്പർ 1 നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഗായ്സ്, നിങ്ങൾക്ക് 90 മാർക്കെങ്കിലും എങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഞാൻ 100 എന്നൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ ഒരു അമിത വാഗ്ദാനമാണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആകുന്ന സമയത്ത് ആ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എത്ര കിട്ടുമ്പോഴാണ് നമുക്കത് ബെറ്റർ ആയിട്ട് ക്ലിയർ ചെയ്യുക, ഇങ്ങനത്തെ സാധ്യതകൾ പറഞ്ഞു തരാനാ ഒരു മെന്റർ എന്ന രീതിയിൽ എനിക്ക് സാധിക്കുള്ളൂ. ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നു, നിങ്ങൾക്ക് പേപ്പർ 1 ഏകദേശം എത്ര മാർക്ക് കിട്ടണം? നിങ്ങളുടെ പേപ്പർ 2 കൂടെ കൂട്ടിയിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു JRF ഡ്രീം എങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് തോന്നുന്ന റേഞ്ച് ഒന്ന് ചാറ്റ് ആയിട്ടൊന്ന് അറിയിക്കും. വാട്ട് യു ഫീൽ യഥാർത്ഥത്തിൽ. കാരണം നിങ്ങളുടെ ഫീലിങ്സ് ആണ് അത് നിങ്ങളുടെ പഠനത്തെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ് യു സിംപ്ലി, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണം എന്നുള്ളത്. പേപ്പർ 1 എത്ര മാർക്ക് കിട്ടിയാലാണ്, മാർക്കട്ടോ പറയുന്നത്, ക്വസ്റ്റ്യൻസ് അല്ല, മാർക്ക് കിട്ടിയാലാണ് നമുക്ക് JRF എങ്കിലും കിട്ടുകയുള്ളൂ. ലെറ്റ് മീ വെൽക്കം യുവർ തോട്ട്സ്. ഞാൻ നിങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ തോട്ട്സിനെ ഞാനൊന്ന് അനലൈസ് ചെയ്യും. കാരണം ഈ ഒരു അപ്രോച്ച് കുറെ കുട്ടികൾക്ക് അറിയാറില്ല. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് പേപ്പർ 1, പേപ്പർ 2 ആൻഡ് ടോട്ടൽ. സം സ്റ്റുഡൻസ് ഹാവ് റിപ്ലൈഡ്. ഇതിലൊരാൾ എനിക്ക് 80 പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ 80 എഴുതി. ഒരാള് 75, 85 എന്ന് പറഞ്ഞിട്ടുണ്ട്, 75, 85. ഒരാള് 70, 80 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓൺ ആൻ ആവറേജ് 80 മാർക്കെങ്കിലും വേണമെന്നുള്ളത്. അത് അടുത്ത ആൾ പറഞ്ഞു ചെയ്തു, ശ്രദ്ധ പറഞ്ഞു ചെയ്തു 80. ഓക്കെ, മതി. ഞാൻ ഈ 4 കേസിൽ വെച്ചിട്ട് പറയുക, നമുക്ക് ടോട്ടലി ഉള്ള എത്രയാ? 300 മാർക്ക്. ഇപ്രാവശ്യത്തെ നെറ്റ് എക്സാമിനേഷൻ റിസൾട്ട് 2023 റിസൾട്ട് കണ്ടപ്പോൾ അതിന്റെ ഹാപ്പി ന്യൂസ്, വി ഹാവ് 10+ അവർ ഒറിജിനൽ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം JRF നെറ്റും കിട്ടിയിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ദർ. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇപ്രാവശ്യത്തെ റിസൾട്ട് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കട്ട് ഓഫ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അത് എക്സാമിനേഷൻ സിമ്പിൾ ആവുന്ന സമയത്ത് കട്ട് ഓഫ് കൂടുന്നുള്ളത് നോർമൽ ട്രെൻഡ് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 80 ഉണ്ട്. അപ്പൊ പേപ്പർ 2 നിങ്ങൾക്ക് ഒരു 100 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 150. ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് JRF കിട്ടാൻ കുറച്ച് പാടാണ്. മലയാളത്തിൽ ഒരു പക്ഷെ കിട്ടിയേക്കാം, കൊമേഴ്സിനും ഒരു പക്ഷെ കിട്ടിയേക്കാം, എക്കണോമിക്സിൽ കിട്ടാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് 100 ഉണ്ട്. ഇവിടെ 100 എന്ന് പറഞ്ഞു നോക്കി, ഇവിടെ 50 ശരിയായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ അപ്പോഴെത്ര ശരിയായിട്ടുണ്ട്? ഇവിടെ 40 ശരിയായിട്ടുണ്ട്. സോ നിങ്ങൾ എപ്പോ പഠിക്കുവാണെങ്കിലും ഞാൻ പറയുന്നത് ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾ പേപ്പർ 1 എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക. പേപ്പർ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 10 യൂണിറ്റ്സ് ആണ്, 10 യൂണിറ്റ്. നിങ്ങൾ അതിൽ 5 പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യാൻ സാധ്യതയുള്ളത് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് ആണ്?
കറക്റ്റ് ആൻസർ ആണ് സാധ്യതയുള്ളത്? ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 25, കാരണം ഒരു യൂണിറ്റിൽ നിന്ന് 5 ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടി കൂട്ടിയിട്ട് 30. അപ്പോഴും നിങ്ങളുടെ മാർക്ക് വരുന്ന എത്രയാണ്? 60 വരുന്നുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പോലും എത്തുന്നില്ല. അപ്പൊ ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ 2 തീർച്ചയായിട്ടും എന്ത് വേണം? ഒരു 130 to 140 മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പേപ്പർ 2 മാത്രം നോക്കിയാൽ പോരാ, പേപ്പർ 1 മാത്രം നോക്കിയാൽ പോരാ. നിങ്ങൾ എപ്പോൾ പഠിക്കുകയാണെങ്കിലും ഇതൊരു ബാലൻസ്ഡ് അപ്രോച്ച് ആണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടിൽ നിന്നും നിങ്ങൾക്ക് നല്ല സ്കോർ വേണമെന്ന് തിരിച്ചറിയുക. കാരണം ഞാൻ എന്റെ സ്റ്റുഡൻസിന് എപ്പോഴും പറയുന്നത് 2018 NTA ഏറ്റെടുക്കുന്ന സമയത്ത് പുതിയ ഒരു മെക്കാനിസം CBT മാറുമ്പോൾ എക്സാമിനേഷന്റെ ടഫ്നെസ് കുറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പതിയെ പതിയെ കാലക്രമേണ അവർ അതിന്റെ കോമ്പറ്റീഷൻ കൂട്ടും. ഇപ്പൊ അടുത്ത സിലബസ് മാറുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഉത്തരം വന്നിട്ടില്ല. ഉത്തരം വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് നോട്ടിഫിക്കേഷന് മുമ്പ് മാത്രമാണ്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സിലബസ് മാറുമ്പോൾ പിള്ളേർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അടുത്ത എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ ടൈം, ആ ആപ്ലിക്കേഷൻ ടൈമിന് മുമ്പേ സിലബസ് മാറുവാണെങ്കിൽ മാറാൻ ചാൻസ് ഉള്ളൂ. അതും പേപ്പർ 1 നല്ലൊരു ശതമാനം മാറ്റം വരുവാണെങ്കിൽ സാധ്യതയുള്ളത്. നിങ്ങളുടെ പേപ്പർ 2 ലെസ് ദാൻ 10% മാറ്റം മാത്രം എക്സ്പെക്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിട്ട് ഈ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ദ പോയിന്റ് വാസ് നത്തിങ് എൽസ്. പേപ്പർ 1 പേപ്പർ 2 രണ്ടും കൃത്യമായിട്ട് മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വരെ കിട്ടും, അതിന് എത്രമാത്രം നിങ്ങൾ പ്രിപ്പയർഡ് ആണ് എന്ന രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. വാസ് ദാറ്റ് ക്ലിയർ? ഇതിൽ ഇപ്പൊ പറഞ്ഞതിൽ ഇതിൽ സംശയം ഉണ്ടാ? അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നൗ ആസ്ക്. ഞാൻ ഒരു സെറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇന്ററാക്ഷന് ടൈം കൊടുക്കാറുള്ളത് ഫോർ ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Just do let me know, is that clear or not? Yeah, okay, fine. അപ്പൊ ആ ഒരു ബോധം വേണം. That is very important. Yeah, thank you. Okay, അടുത്തത് നമ്മൾ ഇന്നത്തെ സെഷന്റെ I have attached this poster as well. നമ്മൾ എങ്ങനെയാണ് ഈ 10 യൂണിറ്റുകൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്? The smart ways of learning 10 units എന്നുള്ളത്. ഇവിടെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് സിലബസ് ഓറിയന്റേഷൻ പറയും. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചില ഏരിയ ഏത് മെത്തേഡിലാണ് ചോദിക്കുന്നത്, then അവസാനം ഒരു സെൽഫ് സ്റ്റഡിയുടെ പ്ലാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകും. ഇതാണ് ഇന്നത്തെ സെഷനോട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് മെൻഷൻ വൺ സ്പെഷ്യൽ ഓഫർ അറ്റ് ലൈവ് സെഷൻ എന്ന് പറയുന്നുണ്ട്. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് വൺ ആസ് വെൽ. ഓക്കെ, അപ്പൊ നമുക്ക് 10 യൂണിറ്റ് ആണ്. ഞാൻ ആദ്യം യൂണിറ്റുകൾ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട എന്തിനാണ് ഇവർ ചോദിക്കുന്നത് മനസ്സിലാവണ്ടേ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സോ നെറ്റ് എക്സാമിനേഷൻ ഈസ് ബേസിക്കലി ടീച്ചിങ് ക്വാളിഫിക്കേഷൻ. സോ യു ഷുഡ് ഹാവ് സം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾ ചുമ്മാ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ആർക്കാണ് എന്തിനാണ് പഠിപ്പിക്കുന്നത്, അവർക്ക് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം കമ്മ്യൂണിക്കബിൾ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്, എന്താണ് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ യൂണിറ്റിൽ കേൾക്കുന്നതാണ് എന്ത് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഞാൻ പറഞ്ഞു, ക്രിസ്റ്റലിന്റെ കീഴിലായിക്കൊണ്ട് നമ്മൾ പീരിയോഡിക് ആയിട്ട് ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. എന്ത് നടത്താറുണ്ട്? നമ്മൾ പേപ്പർ 1 ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. സബ്ജക്ട് വൈസ് ഹിസ്റ്ററി, കൊമേഴ്സ്, മലയാളം ഇങ്ങനത്തെ നടത്തി കൊടുക്കാറുണ്ട്. അതെന്തിനാ? അത് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ അസസ്മെന്റ് മനസ്സിലാവത്തുള്ളൂ, എത്രമാത്രം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫീഡ്ബാക്ക് മെക്കാനിസം ഇൻ അതർ സെൻസ് എന്നുള്ളത്. നമ്മൾ അതില് സമ്മറ്റീവ് എന്നും ഫോമറ്റീവ് എന്നും ഇങ്ങനത്തെ ഡിഫറെന്റ് ടെർമിനോളജീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കോൺസെപ്ച്വലി ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് എന്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. അറ്റ് ദി സെയിം ടൈം വെൻ യു ആർ ഹാവിംഗ് ദിസ് JRF, യു മൈറ്റ് ബി ഗോയിങ് ഫോർ ദിസ് റിസർച്ച് പർപ്പസ്, റൈറ്റ്? സോ റിസർച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ എന്താ? നിങ്ങൾക്ക് JRF കിട്ടി, നിങ്ങൾ റിസർച്ചിന് പോയി, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പൊ ചോദിക്കുന്നത് ഈ JRF വെറുതെ കിട്ടിയതാണെന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. We should know something very important regarding how this research process is going. എന്തൊക്കെ അതിൽ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. There are different conditions like sampling, അതുപോലെ നമ്മളുടെ ഡിഫറെന്റ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് റിസർച്ച്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു യൂണിറ്റ് ആണ് റിസർച്ച് എന്നുള്ളത്. സോ വൺ ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഹൗ മച്ച് യു ഹാവ് സം കൈൻഡ് ഓഫ് ടേസ്റ്റ് ടുവാർഡ്സ് ടീച്ചിങ് ആൻഡ് ഹൗ യു ക്യാൻ ഇംപ്രൂവ് ദാറ്റ് ടേസ്റ്റ്. അതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സെയിം ടു റിസർച്ച്, ദാറ്റ് ഈസ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. അങ്ങനത്തെ 2 യൂണിറ്റുകളാണുള്ളത്. ദെൻ കോംപ്രഹെൻഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങളോട് പേപ്പർ 1 സർ എങ്ങനെ പേപ്പർ 1 നല്ല രീതിയിൽ പഠിക്കാം എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റിൽ പറയുന്ന ഒരു യൂണിറ്റ് ആണ് ദാറ്റ് വൺ, തേർഡ്, കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. കോംപ്രഹെൻഷൻ, ഈ കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, വൺ ഓഫ് ദി വെരി ഈസിയസ്റ്റ് ചാപ്റ്റർ ഇഫ് യു നോ ഹൗ വൈ ദേ ആർ ആക്ച്വലി ആസ്കിങ്. ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും, ആ പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ. ഇങ്ങനെയാണ് ട്രെൻഡ് ഉണ്ടാകുന്നത്. ബട്ട് ദിസ് ടൈം ഹാഡ് സം കൈൻഡ് ഓഫ് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ക്ഡ് ഫ്രം ദിസ് പർട്ടിക്കുലർ റീജിയൻ കോംപ്രഹെൻഷൻ.
ഞാൻ പറയുന്ന സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ കമ്പ്യൂട്ടർ ടെസ്റ്റിൽ ഇരിക്കുന്നു, നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ 5 ചോദ്യങ്ങളും വിൽ ബി ഹാവിംഗ് സം കൈൻഡ് ഓഫ് ആൻസർ ഹിന്റ് ആൻഡ് ലിങ്ക് ഫ്രം ദാറ്റ് പാരഗ്രാഫ് ഓൺലി. ആ പാരഗ്രാഫ് നിന്ന് മാത്രമായിട്ട് നമുക്കുണ്ടാകും. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി വി കൻ ഡു ദാറ്റ്. അതിനുവേണ്ടി ചെറിയ കുഞ്ഞു രീതിയിലുള്ള ചെറിയ പ്രാക്ടീസസ് മാത്രമാണ്. വലുതൊന്നും പറയുന്നില്ല. കുറച്ച് പ്രാക്ടീസ്, കുറച്ച് മെത്തേഡ്സ് അറിഞ്ഞിരിക്കുക. ഞാൻ എപ്പോഴും ക്ലാസ് റൂമിൽ ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ടൈമിൽ എങ്ങനെ വെറും 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒക്കെ എടുത്തേക്കാം. പക്ഷെ നമ്മൾ കീപ്പ് ഓൺ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത് സ്കില്ല് എന്ന് പറയുന്നത്, അല്ലെ? സ്പീഡ് സ്കില്ല് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കോമ്പറൻഷന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ആക്കാറുണ്ട്. അതിന്റെ ഒരു ഫ്യൂച്ചർ സെഷനും മേ ബി നെക്സ്റ്റ് മന്ത് വരുന്നുണ്ടാവും. മേ ബി യു ക്യാൻ ഓൾസോ ജോയിൻ ഫോർ ദാറ്റ് സച്ച് ഫ്രീ പ്രോഗ്രാംസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ കോംപ്രഹെൻഷൻ എന്നുള്ളത് ഒരു പാരഗ്രാഫ് എന്നിട്ട് നിങ്ങൾക്ക് എത്രമാത്രം അത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള 5 ചോദ്യങ്ങളാണ്. Then communication actually we are having some kind of communication. I have turned my video on. ഞാൻ എന്റെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. ബട്ട് ചിലത് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ചില ആൾക്കാർ മൈക്കിലൂടെ പറയുന്നു, ചില ആൾക്കാർ ചാറ്റിലൂടെ പറയുന്നു. വി ആർ യൂസിങ് വാട്സ്ആപ്പ്, വി ആർ യൂസിങ് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എവറിത്തിങ് റൈറ്റ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ടൂൾസ് ആണ്. ഈ കമ്മ്യൂണിക്കേഷന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ICT എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട്. നിങ്ങളുടെ ഗ്രൂപ്പില് നിങ്ങൾ എത്ര പേര് ക്രിസ്റ്റലിന്റെ ഫ്രീ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് അറിയില്ല. ഗ്രൂപ്പിൽ റീസെന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി റിലേറ്റഡ് ഉള്ള ICT നോട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ വെരി റീസെന്റ് ICT ടെക്നോളജി. ഐ എം ഗോയിങ് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് വൺ. Gemini is an AI tool of LLM, large learning method or something, LLM, is developed by whom? Option A, Facebook. Option B, Microsoft. Option C, Safari. Option D, Google. Give me the answer for this question. Gemini is an AI tool of LLM, large learning management system. Is developed by whom? Facebook, Microsoft, Safari and Google. 2024 ജാനുവരിയിൽ അപ്ഡേറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. Yeah, very good. 2 people got me the answer. Yeah, its answer is Google. Okay, Google ആണ് വെരി ഗുഡ്. എല്ലാവരും ആൻസർ ശരിയാക്കിയിട്ടുണ്ട്. അറിയാത്തവരുണ്ടാവില്ലേ? നിങ്ങൾ അത് പേടിക്കൊന്നും വേണ്ട. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ടെക്നോളജി ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ദിസ് ഈസ് സംതിങ് ഹാപ്പനിങ്, ഫ്രീക്വന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ടെക്നോളജിക്കൽ ചാപ്റ്റർ ആണ് ICT എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. Whenever we say information and communication technology, we should know some of the historical development as well. നമ്മുടെ IT-യുടെ കഥ, IT ഉണ്ടായ കഥ, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റിനെ കുറിച്ച് ഫ്രീക്വന്റ്ലി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇന്റർനെറ്റിന്റെ പണ്ട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു www ഫുൾ ഫോം എന്നുള്ളതാണ്. ഇപ്പൊ അതല്ല ചോദിക്കുന്നത്. Now they are asking something in depth with conceptual clarity regarding how you can use this internet and what's the purpose of internet, ഇന്റർനെറ്റിന്റെ സർവീസിങ് എങ്ങനെയാണ്, ദെൻ അതിൽ www എന്ന് പറയുന്നതിന്റെ റോൾ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് അവരിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ the cliche method of traditional learning, simply knowing the basics, is not enough nowadays. കാരണം അടുത്ത എക്സാമിനേഷൻ മാറാണെന്ന് നമ്മൾ പറഞ്ഞു, സിലബസ് മാറാണെന്ന് പറഞ്ഞു. മാറുമ്പോഴും നിങ്ങൾ ടെക്നോളജി അറിഞ്ഞിരിക്കണം. സിലബസ് മാറ്റാനുള്ള വൺ ഓഫ് ദി റീസൺ പോലും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നിന്നാണ് നമ്മൾ ഡിസ്കഷൻ പോയത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എഫക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഡിഫറെന്റ് ഉണ്ട്. ഞാനിപ്പോ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആരും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് as നൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉത്തരം നൽകിയിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് അപ്പുറത്തൊരാൾക്ക് മനസ്സിലാവുകയും അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ള റിട്ടേൺ തരുകയും ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ദർ ഇസ് സം പ്രോസസ് ഫോർ ദാറ്റ്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ നിങ്ങളോട് എല്ലാവരും വീഡിയോ എടുക്കാൻ പറഞ്ഞു. കാരണം ഇതൊരു സൂം സെഷൻ ആണ്, ഓൺലൈൻ മീറ്റപ്പ് ആണ്, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ അപ്പോഴും കുറെ ആൾക്കാർ പറഞ്ഞത് സർ ഓൺ ആക്കാൻ പറ്റുന്നില്ല, ഇന്റർനെറ്റിൽ കണക്ഷൻ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അതാണ് ചലഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഹേർഡിൽസ്.
അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസ് എന്ന രീതിയിൽ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അത് ഫിസിക്കൽ ആകാം, ടെക്നോളജിക്കൽ ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, മെന്റലി ആകാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ICT എന്ന് പറയുന്നത്, ഇൻ വിച്ച് വിൽ ബി ഹാവിംഗ് സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പൊ ഈ രണ്ട് ചാപ്റ്ററുകൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. യു ക്യാൻ ദെൻ ഓൾസോ സ്കോർ 10 മാർക്സ്. ഞാനിവിടെ 3 കളറിൽ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ കം ടു ദാറ്റ് ലേറ്റർ. ദെൻ പീപ്പിൾ, ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. സിലബസ് മാറാനുള്ള വൺ ഓഫ് ദി അനദർ റീസൺ ആണ് ഇത് ഔട്ട്ഡേറ്റഡ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം തന്നെ പിള്ളേരെ പഠിപ്പിച്ച സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് സംതിങ് ഔട്ട്ഡേറ്റഡ്. ഇതല്ല ചോദിക്കുക, അല്ലെങ്കിൽ ഇതല്ല ചോദിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് പറയുന്നത് വാട്ട് ഈസ് ദിസ് MDGs എന്നുള്ളതാണ്. ഇപ്രാവശ്യത്തെ എക്സാമിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. 2015 ഔട്ട് ആവേണ്ട ടോപ്പിക്കാണ് MDGs. വി ആർ സ്റ്റിൽ ഇൻ ദ പ്രോസസ് ഓഫ് SDGs, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലോട്ടാണ് കൂടുതൽ ഫോക്കസ് നൽകേണ്ടത്. ഇപ്പോഴും MDGs ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, നെറ്റ് എക്സാമിനേഷന്റെ NTA അല്ലെങ്കിൽ UGC നെറ്റിന്റെ സിലബസ്. അതുകൊണ്ട് സിലബസിൽ നല്ലൊരു ശതമാനം നിങ്ങൾക്ക് മാറുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കണ്ടോ, ഇവിടെ നല്ല ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞത് ഈ സംതിങ് ഔട്ട്ഡേറ്റഡ്. ലേറ്റസ്റ്റ് വരുന്ന 2017 ചില കാര്യങ്ങൾ മാത്രം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്ന 2017 ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയെ കുറിച്ച് പറയുന്നത്. 15 പാരീസ് അഗ്രിമെന്റ്, 16 ഡിസ്കഷൻ, 17 ആകുമ്പോഴേക്കും നടപ്പിലാക്കുന്ന ഒരു സംഗതി. അത് മാത്രമേ ഉള്ളൂ. ഈ വളരെ റീസെന്റ് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളും സിലബസിൽ ആസച്ചില്ല. ബട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലോട്ടുള്ള ചില മാറ്റങ്ങൾ വെച്ചിട്ടായിരിക്കും പുതിയ സിലബസ് വരാനും പോകുന്നത്. ഓക്കെ, ദെൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം മുതൽക്ക് മോഡേൺ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എവല്യൂഷൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇതിലും കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ ലാക്കിംഗ് ഉണ്ട്. അതും സിലബസിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി ഓഫ് 2020 is not detailedly discussed in your syllabus. സിലബസിൽ ഡീറ്റെയിൽഡ് പറയുന്നില്ല. അതിനുശേഷം വരുന്ന വി ഹാവ് സംതിങ് കോൾഡ് എസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ്, IOE എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ചില കോൺസെപ്റ്റുകളും കാര്യങ്ങളൊന്നും നമ്മുടെ പുതിയ സിലബസിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു തന്നത് ഇത് സിലബസിൽ വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നത് എന്താ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടോപ്പിക്സ് ഫ്രം ദീസ് ഏരിയ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഏരിയാസ് ഉണ്ടല്ലോ, ICT, ലെറ്റ് മീ എറേസ് ദിസ് വൺ, ഒന്ന് ശ്രദ്ധിച്ചോ. ICT, പീപ്പിൾ ആൻഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ മൂന്നിൽ നിന്നും നല്ലതുപോലെ നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിലുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പ്രതീക്ഷിക്കുക എന്നുള്ള. അപ്പൊ അതിന് നിങ്ങൾ സാധാരണ ഒരു ബുക്ക് എടുത്ത് പഠിക്കുക എന്നുള്ള ടെൻഡൻസി പാടില്ല. ഐ റിപ്പീറ്റ്, കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട്, സർ പേപ്പർ 1 ഏത് ബുക്കാണ് നല്ലത്? അങ്ങനെ ഒരു ബുക്ക് ഇല്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളൂ. അതിന് സിലബസ് ഉണ്ട്, സിലബസ് ആണുള്ളത്. സിലബസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് UGC തന്നിട്ടുണ്ട്. അത് മാറോ ഇല്ല എന്നുള്ളത് കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മാറുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ, മാർക്ക് മൈ വേർഡ്, ഇങ്ങനെയാണ് വരാനുള്ള ഏറ്റവും നല്ല സാധ്യത എന്ന് കൂടെ ഞാൻ പറയാണ്. ഓക്കെ, അപ്പൊ ICT, പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ചിലപ്പോൾ അവർ യൂണിറ്റിന്റെ നെയിമിന്റെ പേര് തന്നെ മാറ്റും. കുറച്ച് മറ്റു ചില കാര്യങ്ങൾ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യും. കാരണം പുതിയ കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിമാൻഡിങ് ആണെന്ന് അവർ തിരിച്ചറിയട്ടെ. എസ്പെഷ്യലി ആഫ്റ്റർ ദ കമ്മിങ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് എന്ത് ചെയ്യണം, ചില മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം മാറ്റങ്ങൾ സിലബസ് ആണല്ലോ വരാനുള്ളത്. പിന്നെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അതിന്റെ ഉത്തരം കുറച്ചുണ്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ പിള്ളേരോട്, ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ എന്തായിരുന്നു അവരോട് കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും. ഓക്കെ, വിൽ ബി ഡിസ്കസിങ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് നൗ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് ടോപ്പിക് ഫസ്റ്റ്, എന്നിട്ട് ഞാൻ പറയും കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 ടോപ്പിക് കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. ഇവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു. യു കൻ എക്സ്പെക്ട് അറൌണ്ട് 5 ക്വസ്റ്റ്യൻസ്. റിസർച്ച്, കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഈസിയസ്റ്റ് ഇതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വായിക്കാൻ, ഇംപ്രൂവ്മെന്റ് ജീവിതത്തിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാനോ അല്ലെങ്കിൽ വായിച്ചിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കും വരുന്നത്. ദാറ്റ് ആക്ച്വലി റിക്വയർ എ ഗുഡ് പ്രാക്ടീസ്. ഇഫ് യു ഹാവ് എ ഗുഡ് പ്രാക്ടീസ് ഇൻ ദാറ്റ്, നിങ്ങൾ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. നിങ്ങൾ പത്രം വായിക്കും, ബുക്കുകളും വായിക്കും. നിങ്ങളുടെ ബുക്കുകളെല്ലാം മെജോറിറ്റി ഇംഗ്ലീഷിലല്ലേ, എക്സെപ്റ്റ് മലയാളം, അറബി, റീജിയൻ ലാംഗ്വേജ് അല്ലാത്ത. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ദിസ് പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ്. അതിനാണ് പേപ്പർ 1 എന്ന് പറയുന്ന സബ്ജക്ട് നമ്മുടെ NTA എക്സാമിനേഷനിൽ കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ, നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ there is something you should know. There are something you should know. ഒന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോംപ്രഹെൻഷൻ, യു ഹാവ് ടു ഹാവ് ദാറ്റ് സ്കിൽ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ആ സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാ.
പിന്നെ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, പേപ്പർ 1 ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കോംപ്രഹെൻഷൻ ആണ്. അതേ സമയത്ത് ഇസ് നോട്ട് മൈ ഒപ്പീനിയൻ, considering all so far students they learned in Crystal and some other institutes, ക്രിസ്റ്റലിൽ മാത്രമല്ലാതെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച പിള്ളേരോടൊക്കെ എടുത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിള്ളേർ നമ്മളോട് വന്ന് സംസാരിക്കാറുണ്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും കാണുമ്പോൾ വന്നിട്ട് ഹായ് സർ, സാറ് ഫ്രീ രജിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു, ക്ലാസ്സസിൽ ചിലതിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറയുമ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ അവർ പറയും പേപ്പർ 1 എങ്ങനെ ഉണ്ടായിരുന്നു. പേപ്പർ 1 ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യം അവർ ആദ്യം പറയാം, പേപ്പർ 1 സർ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ അവൻ ചതിച്ചു. ആരെ കുറിച്ചാണ് പറയുന്നത്? ഈ 3 ആൾക്കാരാണ് അവർ എന്നുള്ളത്. നിങ്ങളും ഇതിനോട് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾക്കും പേപ്പർ 1 ടഫ് ആയിട്ടുള്ള ഏരിയ എന്താണെന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ സബ്ജക്റ്റ് വിട്ടിട്ട് കാലം കുറെ ആയിട്ടുണ്ടെന്നുള്ള. വിടാനും റീസൺസ് ഉണ്ടാവും. ടീച്ചർമാരുടെ നുള്ളാകാം, ചീത്തയാകാം, നമ്മുടെ തലയിൽ കയറാത്തത് കൊണ്ടാകാം, അപ്പുറത്തുള്ള ഫ്രണ്ട് സ്പീഡിൽ ചെയ്തപ്പോൾ നമ്മൾ ഇപ്പോഴും എടാ ഭയങ്കര നീനൊക്കെ സഹായിച്ചു, നമുക്ക് പറ്റില്ല എന്നുള്ള ആ ഒരു സെൽഫ് പ്രശ്നമായിരിക്കാം. സോ ദ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാത്സ്, ആൻഡ് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഐ റിപ്പീറ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാത്സ് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കാൻ പാടുള്ളൂ. നിങ്ങൾ നേരിട്ട് പോയിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കാൻ പാടില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മാത്സിൽ നിങ്ങൾ പഠിക്കുന്ന ബേസിക് നമ്പർ സിസ്റ്റം, ആവറേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, ഇങ്ങനത്തെ ഒരു 5-6 ടോപ്പിക് ആക്ച്വലി ഒരു പഠിക്കണമെങ്കിൽ 10-20 പഠിക്കണ്ട. പക്ഷെ നിങ്ങൾ ലിമിറ്റ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അറൗണ്ട് നല്ലൊരു സെറ്റ് ഓഫ് ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് വരുന്ന അത്യാവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻസിലും കാണാൻ പോകുന്നത് ഇവിടെ മാത്സിൽ ചോദിച്ചിരിക്കുന്ന ചില മെത്തേഡ്സിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും എന്നുള്ള. ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു പൈ ചാർട്ടോ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ പെർസെന്റേജ് ആയിരിക്കും, അത് നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. മാത്സിൽ റേഷ്യോ ആയിരിക്കും ഇവിടെ പഠിക്കുന്നുണ്ട്, ആവറേജ് ആയിരിക്കും ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഐ റിപ്പീറ്റ്, ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് മാത്സിലെ ലേണിംഗ് ആയിരിക്കണം എന്നുള്ളതാ. നൗ ടെൽ മീ, മാത്സ് എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ട്? ഇത് നിങ്ങൾ കമന്റ് ചെയ്തേ പറ്റൂ. കാരണം ഇവിടെ നമ്മളൊരു ഡിസിഷൻ കൂടെ എടുക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ. അത് വൺ ഓഫ് ദി പവർഫുൾ ഡിസിഷൻ ആകണം. സോ ടെൽ മീ, നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങളുടെ ഒരു ചലഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഉണ്ട്. യെസ്, ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ മാത്സ് നിർത്താൻ സാധ്യതയുള്ളത് 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ +2 വരെ പഠിച്ചിട്ട് വീണ്ടും വേണ്ടെന്ന് വെച്ചവരാകാം എന്നെ പോലെ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിർത്തിയവരാകാം. നിങ്ങൾ നിങ്ങളുടെ പ്രായം ഒന്ന് ആലോചിക്കുക. തിങ്ക് അബൌട്ട് യുവർ നൗ പ്രസന്റ് ഏജ്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്തായാലും ഒരു ഏറ്റവും ചുരുങ്ങി നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. പോസിബിലിറ്റീസ് ആർ ബൈ കൺസിഡറിങ് ദ സ്റ്റാർട്ടിംഗ് പീരിയഡ്, റൈറ്റ്? അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അന്ന് പേടിയോടെ വിട്ടിട്ടുണ്ടായിരുന്ന ഒരു സാധനത്തെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങിക്കൂടെ? നേരത്തെ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു അബദ്ധം കൂടി ഞാൻ പറഞ്ഞുതരാം. അബദ്ധം. എക്സാമിനേഷൻ വരുന്നത് ജൂണിലാണ്. ഇപ്രാവശ്യത്തെ 2024 ജൂൺ എക്സാമിനേഷൻ വരുന്നുണ്ട്. ജൂൺ ഫസ്റ്റ് വീക്കിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാമിനേഷൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ലാസ്റ്റിലോട്ട് പേപ്പർ 1 മാറ്റി വെച്ചു എന്ന് സങ്കല്പിക്കുക. എന്താ സംഭവിക്കാൻ പോകുന്നത്? മാത്സ് ഉണ്ട്, അയ്യോ മാത്സ് ആലോചിക്കും. പേപ്പർ 2 അവിടെ അന്തം വിട്ടിരിക്കുന്നുണ്ടാവും, എന്നാലും പറയാ അയ്യോ മാത്സ് എന്ന്. അപ്പോഴും ഇവിടുത്തെ ബാക്കി 8 യൂണിറ്റ് നഷ്ടപ്പെടും ചെയ്യും. അത് ചെയ്യരുത്. ഞാൻ നിങ്ങളോട് 100% ഹോണസ്റ്റ് ആയിട്ട് പറയുന്നു, മാത്സ് പ്രോബ്ലം ഉണ്ടോ? ഫെബ്രുവരി ഈ മാസത്തോടു കൂടെ മാത്സ് നിങ്ങൾ പഠിച്ച് സെറ്റാക്കി തുടങ്ങണം. ഞാൻ നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് റിസോഴ്സും പറഞ്ഞുതരാം. നമുക്ക് നെറ്റ് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്സും ഡാറ്റ ഇന്റർപ്രിട്ടേഷന് നമുക്ക് ആവശ്യമുള്ളൂ. ഇത് തിരിച്ചറിവ് ഒന്ന്. എന്നിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് SSCയുടെ മാത്സ് എടുക്കാൻ നിൽക്കരുത്, പൊല്ലാപ്പാകും. UPSCയുടെ മാത്സ് എടുക്കാൻ നിൽക്കരുത്, അത് തല പുണ്ണാക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ വരെ അതിന്റെ കേസ് പോയതാ. 10ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് IIT-കാരുടെ മാത്സ് ഞങ്ങൾക്ക് തരുന്നോ എന്ന് ചോദിച്ചതാ UPSCയോട്. അപ്പൊ അങ്ങനത്തെ വലിയ ചാക്കിലോട്ട് പോകാതെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കാണാനും പഠിക്കാനും അതിലൂടെ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനും ശ്രമിക്കുക. നേരത്തെ പഠിച്ച് തീർക്കേണ്ട ഒന്നാണ് മാത്സ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റിസോഴ്സ്, ഒരു മോഡൽ വീഡിയോ നമ്മുടെ ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാകും. കാണാത്തവർ നിർബന്ധമായിട്ട് കണ്ട് പഠിച്ചു തുടങ്ങും.
അതിലുണ്ട് മാത്സിന്റെ അപ്രോച്ചും എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം, കുറച്ച് പ്രോബ്ലം സോൾവിങ്ങും നമ്മുടെ പ്രവീൺ സാർ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ട് പഠിച്ചിട്ട് നിങ്ങൾ ഒരു ബേസ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിനോട് ചോദിക്കാം, എന്നെ കൊണ്ട് പറ്റില്ലേ? ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ദാറ്റ്. പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു മെന്റർ അടുത്ത് പോയിട്ട് അക്കാഡമിക് കൗൺസിലിംഗ് സ്വീകരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ പിന്നോട്ട് നിൽക്കുന്നതിൽ വൺ ഓഫ് ദി ബിഗ് ഫാക്ടർ ആണ് പേപ്പർ 1 മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അത് ഈ എക്സാമോട് കൂടെ തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്തേക്കണം. മാത്സോ അത്യാവശ്യത്തിന് എനിക്ക് അറിയാം, ആവറേജോ എനിക്കിപ്പോൾ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, റേഷ്യോ ചെയ്യാൻ പറ്റും, പെർസെൻറ്റേജ് ചെയ്യാൻ പറ്റും. ഒരു 5-6 ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് പറയേണ്ട മാത്സിൽ 25 ടോപ്പിക്ക് ഫുള്ള് പഠിക്കണം എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളുടെ അന്ന് പേടിച്ച ആ പേടി ഇന്ന് നമ്മുടെ കരിയറിൽ നമുക്ക് നഷ്ടപ്പെട്ട് കിട്ടും, ഒഴിവായി കിട്ടും എന്നുള്ളതാണ്. ആ രീതിയിലൊന്ന് നോക്ക്. ഇതാണ് അതിനുള്ള ഏറ്റവും നല്ല മോട്ടിവേഷൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയുന്നതാണ് മോട്ടിവേഷൻ. അല്ലാതെ വെറുതെ കേട്ട് പോയിട്ട് കാര്യമില്ല. പഠിക്കേണ്ടടുത്ത് നമ്മൾ പഠിച്ചേ പറ്റൂ, വെറുതെ കേട്ട് പോകല്ല മക്കളെ. അതിനു വേണ്ടിയാണ് ദ സ്മാർട്ട് വേസ് ഓഫ് ലേണിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. സ്മാർട്ട് വേസിൽ ഫസ്റ്റ് തിങ് നമ്മൾ നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാ. അതുകൊണ്ടാണ് പറയുന്നത് മാത്സ് പ്രോബ്ലം ആണോ, മാത്സിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാത്സ് തന്നെ കൊണ്ട് പറ്റുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ള. പറ്റുമെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതിനുവേണ്ടി റിസോഴ്സസ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടും. നല്ല റിസോഴ്സസ് വേണോ, അതായത് എക്സാം ഓറിയന്റഡ് റിസോഴ്സസ് വേണോ, ക്രിസ്റ്റലിന്റെ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി മാത്സുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി അതല്ല സെൽഫ് സ്റ്റഡി ആണ് ഉദ്ദേശിക്കുന്നത്, യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. ഇന്ത്യക്ക് അറിയാവുന്ന രക്ഷപ്പെട്ടു എന്ന് പറയാം, ഇന്ത്യയിലേക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും. അതല്ല, ഇതിനു വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെയും പഠിച്ചു പോകും, നിങ്ങളുടെ ചോയ്സാ. പക്ഷെ തിരിച്ചറിവ് വളരെ ഇമ്പോർട്ടന്റ് ആ. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതിന് മാത്സ് മാറ്റി വെക്കുക. മാത്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യാവൂ. ഇതും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മാത്സിൽ അപ്ലിക്കേഷൻസ് ആണ് ഡാറ്റ ഇന്റർപ്രിറ്റേഷനിൽ കയറി വരാൻ വേണ്ടി പോകുന്നത്. ഇത് രണ്ടും പഠിച്ചു നോക്കിക്കുക നിങ്ങൾ നിലവിലെ സിലബസും കാര്യങ്ങളും വെച്ചിട്ട്. യു വിൽ ഗെറ്റ് 10 മാർക്സ് there. 10 അല്ല 20 മാർക്സ് വിൽ ബി there. കാരണം 5 ക്വസ്റ്റ്യൻ വിടുന്നത് 5 ക്വസ്റ്റ്യൻ വിടുന്നത് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ, 10 × 2 20. ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് കിട്ടിയോ ബാക്കിയുള്ളതും നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ എക്സാമിനേഷൻ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രാർത്ഥിച്ചു തുടങ്ങുക, മാത്സ് അവിടെ തീർന്ന്, സ്കിപ്പ് 1, സ്കിപ്പ് 2, സ്കിപ്പ് 5 അവിടെ കഴിഞ്ഞ്, പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരിക. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ ഒന്നും കിട്ടുന്നില്ലല്ലോ, ആ ടെൻഷൻ വരും. കുറെ ആൾക്കാർക്ക് ഇത് ഉണ്ട്. എന്നോട് എത്ര പിള്ളേർ സംസാരിച്ചിട്ടുണ്ട് അറിയോ, ഇപ്രാവശ്യം നമുക്ക് നെറ്റും ജാർഫും കിട്ടുന്ന അഷുറൻസ് ഉണ്ടായിരുന്ന ഒരു കുട്ടി, സർ ഞാൻ ടെൻഷനായി സർ, എനിക്ക് ഫുൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 40 ക്വസ്റ്റ്യൻസ് കുട്ടി ടോട്ടലി അൺഅറ്റംപ്റ്റഡ് ആണെന്നുള്ളത്. സംതിങ് എനിക്കതിൽ ഭയങ്കര സങ്കടമായി. അടുത്ത പ്രാവശ്യത്തേക്ക് നല്ല രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ബി മോട്ടിവേറ്റഡ് ആൻഡ് കണ്ടിന്യൂഡ് ദർ ലേണിംഗ്. അവരവരുടെ ലേണിംഗ് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തുടങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് നേരത്തെ തുടങ്ങിയാലേ പെർഫെക്റ്റ് ആവും. ഇല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് എന്ന് വിളിക്കും നമ്മൾ. തട്ടിക്കൂട്ട് വേണോ, സെറ്റ് ആയിട്ട് പോകണോ, ഇറ്റ്സ് യുവർ ചോയ്സ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സെഷൻ സംഘടിപ്പിച്ചത്. ദെൻ ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ഞാൻ ഒരൊറ്റ കമ്പാരിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അവസാനിപ്പിക്കും. ലോജിക്കൽ റീസണിങ് സാധാരണ കോമ്പറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടാണ്. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് സാധാരണ കോമ്പറ്റീവ് എക്സാമിനേഷന് പറയുമ്പോൾ അത് കുറച്ച് ബ്ലഡ് റിലേഷൻഷിപ്പ്, ഡയറക്ഷൻസ്, ഇങ്ങനത്തെ കലണ്ടർ, ക്ലോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അത് നമ്മുടെ ഈ മാത്സിന്റെ ഏരിയയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നെറ്റ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ലോജിക്കൽ റീസണിങ് സംതിങ് ലൈക്ക് സിലോജിസം, വെൻ ഡയഗ്രാം ആപ്ലിക്കേഷൻ, ഇന്ത്യൻ ലോജിക്കൽ സിസ്റ്റം, ന്യായശാസ്ത്ര അല്ല ന്യായ എന്ന് പറയുന്ന ഇൻഫറൻസ് തിയറീസ്, നോട്ട് തിയോളജി, തിയോളജീസ് ആർ സംതിങ് എൽസ്. അവിടെ നമുക്ക് ഓർത്തഡോക്സ് ഫിലോസഫീസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, ശതദർശനമൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ഇന്ത്യൻ ലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷന് പഠിക്കാനുള്ളത്. വൺ ഓഫ് അനദർ ടഫ് ടോപ്പിക്. കാരണം അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ ഒരു യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഉണ്ട്, ലോജിക്കൽ റീസണിങ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. നമ്മുടെ തന്നെ ഫാക്കൽറ്റി ആയിട്ടുള്ള ആള് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട് അവര് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ നിങ്ങൾക്ക് അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇങ്ങനത്തെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. യൂട്യൂബിലുണ്ട്, യു കൻ റെഫർ ദാറ്റ്. ഓക്കെ, അവരുടെ ഒരു ക്ലാസ് ഈ വരുന്ന ശനിയാഴ്ച നടക്കാനും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീപ് അപ്ഡേറ്റഡ്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ അങ്ങനത്തെ പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യും. അപ്പൊ 10 യൂണിറ്റുകൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞ 10 യൂണിറ്റുകളിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റിൽ എന്താണ് സർ ഈ യൂണിറ്റ് കൊണ്ട് ചോദിക്കുന്നത് എന്ന് മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ
അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. കാരണം നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ അങ്ങനെ ഒരു അവസരം തരുമ്പോൾ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ നടക്കണം അവിടെ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ബാരിയേഴ്സ് ആകരുത്. 10 യൂണിറ്റ് പറഞ്ഞതിൽ 10 യൂണിറ്റ് എന്താണ് എന്നുള്ളതിന്റെ മർമ്മം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതോ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇല്ലെങ്കിൽ അത് അറിയിച്ചാൽ വി ക്യാൻ പ്രൊസീഡ് അക്കോർഡിംഗ്ലി. ഹലോ സർ. യാ, പേരെന്ന് പറയോ? റഫിയ. ഓക്കെ റാഫിയ, പറയൂ. 9ാമത്തെ യൂണിറ്റ് ഒന്നും കൂടി ഒന്ന്. 9ാമത്തെ യൂണിറ്റ് പീപ്പിൾ. ഞാനും നിങ്ങളൊക്കെ തന്നെ. ഡെവലപ്മെന്റ്. വി ഹാവ് ഡെവലപ്മെന്റ്സ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. വി ഹാവ് സംതിങ് കോൾഡ് ആസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, റൈറ്റ്? അപ്പൊ അതിന്റെ ചർച്ചകൾ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് നമ്മുടെ അവസാനം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 5 എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വെച്ചിട്ട് എൻവയോൺമെന്റ്, പ്രകൃതി. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ദെൻ നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഹസാർഡുകൾ എന്തൊക്കെയാണ്, ഡിസാസ്റ്റർ എന്തൊക്കെയാണ്, ആസ് വെൽ ആസ് വി ഹാവ് സംതിങ് കോൾഡ് ആസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻസ് ഹാപ്പനിങ്. അതിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള പൊല്യൂഷൻസിൽ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഇങ്ങനത്തെ ഹെൽത്ത് ഹസാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ചില എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മൂവ്മെന്റുകൾ, അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻസ് ഈസ് ബെറ്റർ ടു സേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, നമ്മുടെ പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ റാഫി ഏതാ സബ്ജക്ട്? അറബിക്. അറബിക്. അപ്പൊ ലോജിക്ക് ഇത്രയേ ഉള്ളൂ റാഫിയ. നമ്മൾ അറബിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആരും ഇങ്ങനത്തെ ടോപ്പിക്ക് പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് പേപ്പർ 1 എന്ന് പറയുന്ന ഒരു കോമൺ പേപ്പർ എല്ലാവർക്കും അവതരിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് പേപ്പർ 1ന്റെ സിഗ്നിഫിക്കൻസ്. അതുകൊണ്ട് തന്നെ അതും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ സബ്ജക്റ്റിൽ മാത്രമുള്ള ഒരു ബുദ്ധൂസായിട്ട് മാറില്ല. അതായത് അതിലൊരു ബുദ്ധിജീവികൾ മാത്രമായിട്ട് മാറില്ല. നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ജനറൽ അവയർനെസ് ആയിട്ടുള്ള ആൾക്കാരോടെ മാറും. കാരണം എന്താ, നിങ്ങൾ ടീച്ചിങ്ങിന്റെ സ്കില്ല് പഠിക്കുന്നുണ്ട്, റിസർച്ചിന്റെ സ്കില്ല് പഠിക്കുന്നുണ്ട്, കോംപ്രഹെൻസീവ് സ്കില്ല് പഠിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷന്റെ സ്കില്ല് പഠിക്കുന്നുണ്ട്, മാത്സ് നിങ്ങൾക്ക് അറിയാം, ലോജിക്കൽ റീസണിങ് നിങ്ങൾക്ക് അറിയാം, ടെക്നോളജി നിങ്ങൾക്ക് അറിയാം, എൻവയോൺമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. 10 യൂണിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ അറബി മാത്രം പഠിച്ച ആളാണോ? അല്ല. അറബി പണ്ഡിതൻ മാത്രമല്ല നിങ്ങൾ ഇനി മുതൽ എന്താണ്, ഈ കാര്യങ്ങളുടെയും പാണ്ഡിത്യമുള്ള ആളാണെന്നുള്ളതാണ്. പാണ്ഡിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ മാസ്റ്റേഴ്സ് അല്ല, ജനറൽ അവയർനെസ് ഓഫ് എവറിഥിങ്. അതാണ് ഇതിന്റെ ഉദ്ദേശം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതോ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ റാഫിയ? ഓക്കെ സാർ, ക്ലിയർ ആയിട്ടുണ്ട്. ഈ യൂണിറ്റ് 10 കൂടി സാർ ഒന്നുകൂടിയോ? 10 അല്ലേ? ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ആ രണ്ടത്തെ ക്വസ്റ്റ്യൻ അതുവരെ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത്രയേ ഉള്ളൂ. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ആൻഷ്യന്റ് മുതൽ മോഡേൺ വരെയൊക്കെയുള്ള അല്ലെങ്കിൽ കോണ്ടംപററി ടൈംസ് വരെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ കൊടുത്ത ഇമ്പോർട്ടൻസ് പറയാം. ആൻഷ്യന്റ് ഇന്ത്യയിൽ നമുക്ക് നളന്ദ, തക്ഷശില, ഇങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. മിഡീവൽ ടൈംസിൽ എഡ്യൂക്കേഷൻ വേറെ ആയിരുന്നു. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് വേറെ, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഡിഫറെന്റ് എഡ്യൂക്കേഷൻ കമ്മിറ്റീസ്, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള നമ്മുടെ ഒരുപാട് കമ്മിറ്റീസ്, അതിലൂടെ UGC വന്ന കഥ, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വന്നത്, എങ്ങനെയാണ് +2 ശേഷം 3 വർഷം ഡിഗ്രി വന്നത്, എങ്ങനെയാണ് +2 ശേഷം 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി വരാൻ വേണ്ടി പോകുന്നത്, ഇങ്ങനത്തെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സുകൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിന് പുറമെ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പോളിസീസും ഗവേണൻസും പഠിച്ചിരിക്കണം. കുറച്ച് പോളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഗവേണൻസ് പോളിസീസിൽ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിന് നിങ്ങൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ ഒന്ന് റെഫർ ചെയ്യേണ്ടി വരും, സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ. അല്ല, ഇഫ് യു ആർ ടേക്കിംഗ് എനി പെർട്ടിക്കുലർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവരത് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് തന്നോളും. ഓക്കെ, താങ്ക് യു സർ. വേറെ ആർക്കെന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഈ 10 യൂണിറ്റ് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതൊന്ന് ആൻസർ ചെയ്തേ. ജസ്റ്റ് വായിക്ക്. യു ഹാവ് 30 സെക്കൻഡ്സ് ടു റീഡ്. വലിയ ക്വസ്റ്റ്യൻസ് വായിക്കാൻ നിങ്ങൾ 30 സെക്കൻഡ്സ് എടുക്കാവൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ജസ്റ്റ് റീഡ്. എവറിബഡി ജസ്റ്റ് ട്രൈ ടു കമന്റ് യുവർ ആൻസർ. എന്തായാലും കുഴപ്പമില്ല. 4 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം. ബട്ട് യു ഹാവ് ടു ചൂസ്. കാരണം നേരത്തെ ആരോ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൂടിയും പറയാം, എന്നിട്ട് വരാം. നെഗറ്റീവ് മാർക്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ പിള്ളേരോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അതാണ്. ഈ നെറ്റ് എക്സാമിനേഷൻ ചങ്ങായിമാരെ വളരെ സിമ്പിൾ ആണ്. കാര്യം, നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻസ് വന്നിട്ട് 300 മാർക്കിന് നിങ്ങളോട് ക്വാളിഫൈ വേണ്ടി പറയാം. അതിൽ പലപ്പോഴും 60%, 70%, 80% ഒക്കെയാണ് മാക്സിമം ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 60% മതി ഈ നെറ്റോ JRF ഒക്കെ ക്ലിയർ ചെയ്യാൻ. 60-70% മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300-ൽ നിങ്ങൾക്ക് ഒരു 150, 190 അല്ലെങ്കിൽ 200 മാർക്കിന്റെ ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഡിഫറെന്റ് ഓൺ സബ്ജക്ട് സബ്ജക്ട് അനുസരിച്ചും ആ വർഷത്തെ അറ്റംപ്റ്റ് അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. ഞാൻ ജനറലി ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് മാത്രം.
നിങ്ങൾ ആലോചിച്ച് നോക്കണം വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ച്. SSC, UPSC, PSC, ഈവൻ CSIR നെറ്റ്, നമ്മളുടെ അല്ല, UGC അല്ല, CSIR ഫണ്ടഡ് ആയിട്ടുള്ള ഫണ്ടിങ് ആയിട്ടുള്ള നെറ്റ് ഉണ്ട്. അവർക്ക് വരെ നെഗറ്റീവ്സ് ഉണ്ട്. വി ഡോണ്ട് ഹാവ് സച്ച് പ്രോസസ് നൗ. ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, യഥാർത്ഥത്തിൽ ഈ നെറ്റ് എക്സാമിനേഷന്റെ ചൂട് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, പൾസ് നിങ്ങൾ അറിയണം, ഈ നെഗറ്റീവ് മാർക്സ് വരണം എന്ന് ഒന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. ഞാനൊരു പിള്ളേരോട് എപ്പോഴും പറയും, നെഗറ്റീവ് മാർക്ക് വരുന്നതിന് മുമ്പ് ഇത് പഠിച്ച് ചെയ്തോ, പഠിച്ച് ക്ലിയർ ആക്കിക്കോ എന്നുള്ളത്. ഞാൻ 6 times നെറ്റ് ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ ഞാൻ പറഞ്ഞതിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം there happened one news report. UGC has some kind of intention to make this one as well as negative. കാരണം അവർക്ക് കോമ്പറ്റീഷൻ വേണം, നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെ കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ട്. ഒരു പക്ഷേ ഇപ്രാവശ്യം സിലബസിന്റെ മാറ്റത്തിനോടൊപ്പം തന്നെ, കാരണം അടുത്ത റിഫോമിന്റെ പീരിയഡ് ആണ് ഇപ്പോൾ ഉള്ളത്, അവർ ഇപ്രാവശ്യം കൊണ്ടുവരാണെങ്കിൽ നെഗറ്റീവ്സ് അവർ പറയും. എന്നിട്ട് പറയും ജൂൺ സൈക്കിളിൽ നെഗറ്റീവ്സ് ഉണ്ടെന്ന് പറയും. ഇല്ല, അവർ ഇപ്രാവശ്യം പറയുന്നില്ല എങ്കിൽ അവർ ഡിസംബറിലോട്ട് അത് മാറ്റി വെക്കുകയും നേരത്തെ ചെയ്യുകയും ചെയ്യും. കാരണം നമ്മുടെ UGCയുടെ ചെയർമാൻ, അദ്ദേഹം ഈ എക്സാമിനേഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ, ലാസ്റ്റ് എക്സാമിനേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ സിലബസ് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ അവർ പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ സിലബസ് അപ്ഡേഷൻ ആയിട്ട് വരുമായിരിക്കാം. സോ ഇറ്റ്സ് ഹൈ ടൈം വരുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ വിചാരിച്ച പോലെ ഇത് മതി എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും ശരിയാവത്തില്ല. അത് വളരെ വലിയ കോമ്പറ്റീഷനിലോട്ടും നിങ്ങൾ വലിയ കോച്ചിങ് ഇൻഡസ്ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഹോണസ്റ്റ്ലി ഐ എം സെയിങ്, നെറ്റ് എക്സാമിനേഷന് ഇത്ര ക്യാഷ് വാങ്ങിക്കണ്ട എന്ന് തോന്നുന്നിടത്ത് വരെ വളരെ എമൗണ്ടിൽ ക്യാഷ് വാങ്ങിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അറിയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ വി നോ ദ ഫാക്കൽറ്റി എക്സ്പെൻസ് ദാറ്റ് വി ആർ മീറ്റിംഗ്, വി നോ ദ സ്റ്റാഫ് എക്സ്പെൻസ്, വി നോ ദ ടെക്നോളജിക്കൽ എക്സ്പെൻസ്. ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷന് ഒരുപാട് ഫീസ് വാങ്ങിക്കുന്നവരുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് നോക്കുക. വേറെ സബ്ജക്റ്റ് ഒന്നും എടുക്കണം. സബ്ജക്ട് പലർക്കും പല ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെ ആയിരിക്കാം. ഡിപ്പെൻസ് ഓൺ ദ നമ്പർ ഓഫ് ഫാക്കൽറ്റീസ് ദേ ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി സർവീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പേപ്പർ 1 എടുക്കുക. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യം. മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യും. നെറ്റ് കോച്ചിങ് കൊടുക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് എടുക്കുക. എന്നിട്ട് അവരുടെയൊക്കെ ഫീ എത്രയാണെന്ന് കളക്ട് ചെയ്ത് നോക്ക്. ക്ലാസ്സസിന്റെ ക്വാളിറ്റി ഒന്ന്, നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് സീക്ക് ദ ഡെമോ ക്ലാസ്. ഇത് ഒരു ഹംബിൾ സജഷനാണ്. കാരണം നമ്മൾ പലപ്പോഴും ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ പേയ്മെന്റ് കൊണ്ടുകൊടുത്തിട്ട് നമുക്ക് വേണ്ട പോലെ നല്ല ക്ലാസ്സുകളാണെന്ന് തോന്നിട്ടില്ല എങ്കിൽ വിൽ ബി റിഗ്രറ്റിംഗ്, റൈറ്റ്? അതിനേക്കാൾ നല്ലത് കുറച്ച് സമയം എടുത്ത് നമ്മൾ റിസർച്ച് നടത്തുക. എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വന്നത്, വളരെ ഫീസ് വാങ്ങിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. പതിയെ ഇതൊരു വലിയൊരു കോമ്പറ്റീഷനും വലിയൊരു ബിസിനസ് മാർക്കറ്റായിട്ട് മാറുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഡിയർ സ്റ്റുഡൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഹംബിൾ കാര്യം, ഈ നെഗറ്റീവ് മാർക്സ് കൂടെ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇത് പഠിച്ച് നല്ലപോലെ പണിയെടുത്താലേ കിട്ടുള്ളൂ എന്ന് തീരുമാനം വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇപ്പോൾ ഉണ്ടായ ഫീസിനേക്കാൾ അവർ ഡബിൾ അങ്ങ് കൂട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫീസ്, അത് അവരുടെ ചോയ്സ് ആണ് കേട്ടോ. അൾട്ടിമേറ്റ്ലി ഞാൻ ജസ്റ്റ് നിങ്ങളോട് അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ, അതുപോലെ മാർക്കറ്റ് എങ്ങനെ പോകുന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫീസ് എന്ന് പറയുന്നത് ലൈക്ക് 15,000 ആണെന്ന് വിചാരിക്കും. അടുത്ത പ്രാവശ്യം ഒറ്റയ്ക്ക് 25,000 30,000 ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിരുന്ന പിള്ളേരൊക്കെ മൂഞ്ചു അല്ലെ? ലൈക്ക് ദർ ഇസ് ഹാപ്പനിങ് സച്ച് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും ഡെഫിനറ്റ്ലി. കാരണം ഇത് ക്ലിയർ ചെയ്തേ പറ്റുന്നതുകൊണ്ട് എലിമിനേഷന് മാത്രം പോരാ, എങ്ങനെയാലും കട്ട് ഓഫ് കടക്കാൻ വേണ്ടി പോകണം നെഗറ്റീവ് മാർക്സ് വന്നു കഴിഞ്ഞാൽ. സോ ഐ റിക്വസ്റ്റ് എവരിബഡി, എത്രയും പെട്ടെന്ന് ചെയ്തോ. പേപ്പർ 1 ആണെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും എത്രയും പെട്ടെന്ന് നേരത്തെ പഠിച്ചു തുടങ്ങുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾക്ക് നെറ്റോ ജെആർഎഫ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കോച്ചിങ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും, ഇല്ല സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അതിനേക്കാൾ സ്ട്രോങ്. കാരണം സെൽഫ് സ്റ്റഡിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ടൈം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ നോക്കുക. നൗ യുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊന്ന് ആൻസർ വേണ്ടി ശ്രമിക്കും. 2 ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലോജിക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നോക്കൂട്ടോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗിവ് മി ദ ആൻസേഴ്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. ആൻസർ കിട്ടിയവർ കമന്റ് കേട്ടോ. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ എന്തായാലും കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇത് കാണുന്നുണ്ട്, നിങ്ങൾ ഇതിലോട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാണോ ശരിയായിട്ട് തോന്നും.
ഇപ്പൊ 2023 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആട്ടോ, അതുകൂടെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലെവൽ അനലൈസ് ചെയ്യാൻ വേണ്ടി കൂടി ഈ സെഷൻ ഉപയോഗിക്കാം. ബാക്കിയുള്ളവർ പെട്ടെന്ന് 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 ചെയ്യും. നിങ്ങൾ ഇതെന്താ കണ്ടിട്ട് ചെയ്യാതിരിക്കുന്ന മോശമാണ് കേട്ടോ അതൊക്കെ. കാരണം നിങ്ങൾ പരീക്ഷ ഹാളിൽ ഇത് തന്നെയാണോ? നേരത്തെ റാഫിയ പറഞ്ഞ പോലെ 5 ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാറില്ല. ആൻസർ ചെയ്യാൻ പറ്റാറല്ല, ഇപ്പൊ പറ്റിക്കാണ് ചെയ്യുന്നത്, കാരണം നെഗറ്റീവ്സ് ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ദർ ആർ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ലൈക്ക് 3, 2 ഒക്കെ പറയുന്നുണ്ട്. ലെറ്റ് മീ റീഡ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 ലിസ്റ്റുകളാണ്, ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഡൊമൈൻസ് ഓഫ് ടീച്ചിങ് റെസ്പോൺസിബിലിറ്റി, കോമ്പണൻസ് ഓഫ് ഡൊമൈൻസ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന ടോപ്പിക് അല്ല. പക്ഷെ നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന ടോപ്പിക് എന്താ? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കോൺസെപ്റ്റ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. ആ കോൺസെപ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ വേണ്ടി പറ്റും ഇഫ് യു ഹാവ് സം തിങ്കിങ് കപ്പാസിറ്റി. ടീച്ചിങ് റെസ്പോൺസിബിലിറ്റി. സോ ഞാൻ എന്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ് നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ അതിലെ ടീച്ചർ ആണെന്നുള്ള. ഇവിടെ കണ്ടോ, ടീച്ചിങ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ തിങ്ക് അബൌട്ട് യു ആർ എ ടീച്ചർ. നിങ്ങൾ പ്ലാനിങ്ങും പ്രിപ്പറേഷനും നടത്തുന്നു. കോമ്പണൻസ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇൻസ്ട്രക്ഷൻ, നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ആർക്ക്, എന്തിന്? ഇങ്ങനെ എന്ത് ചില ചോദ്യങ്ങൾ ഉണ്ടാവില്ല, അഡ്രസ് ചെയ്യാം. ക്ലാസ് റൂം എൻവയോൺമെന്റ്, നിങ്ങൾ ടീച്ചറായിട്ട് ക്ലാസ് റൂമിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ പിന്നെ എന്താ ഉള്ളത്? അത് ആലോചിക്കുക. പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി, ടീച്ചർ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെ ആയിരിക്കണം? എങ്ങനത്തെ ചില ചോദ്യങ്ങളാണ് ആക്ച്വലി ദ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ആൻസർ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ. അതാണ് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ഏറ്റവും നല്ല വഴി ഏതാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ഒരാൾ 4 കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ്, എല്ലാവരും തോറ്റു എന്ന് പറയായിരുന്നു. Okay, so planning and preparation. As a teacher, I am having certain kind of planning and preparation. അത് planning and preparation, communicating with the students are an option ഇവിടെ ഉണ്ട്. Establishing a culture of learning or reflecting on teaching, setting instructional outcomes. Outcomes are എന്താ? ഞാനിപ്പോ ഇന്ന് PPT ഉണ്ടാക്കി. Think about in that situation. എന്തിനാണ് ഉണ്ടാക്കിയത്? എനിക്കൊരു സെറ്റ് ഓഫ് പ്ലാൻ ഉണ്ട്, ഞാൻ പ്രിപ്പറേഷൻ ചെയ്തു, എന്നിട്ട് ഞാൻ ഇതിങ്ങനെ ചെയ്തതനുസരിച്ച് നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് പേപ്പർ 1 എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചോ, അത് നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും കോച്ചിങ് എടുക്കുകയാണെങ്കിലും ഐ സജസ്റ്റ് ക്രിസ്റ്റൽ എടുക്കാൻ വേണ്ടിയാ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒരു ഔട്ട്കം അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ ദിസ് വൺ, ദിസ് ഈസ് ദ മോസ്റ്റ് അബ്സല്യൂട്ട്, ഓർ ചൂസ് ചെയ്യുന്നത് ഇതായിരിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ വേറെ വെച്ച് നോക്ക്, കുഴപ്പമില്ല, വേറെ ശരിയാവും. ഫോർ എക്സാമ്പിൾ, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്തിനാണ്? സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണോ? യെസ് ആണ്, ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ? പക്ഷെ വേറെ ഓപ്ഷൻസ് അത് ബാക്കി വരാൻ പാടില്ലല്ലോ. അപ്പൊ ബെസ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മിക്സ് ചെയ്യാനെന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു ചങ്ങായിമാരെ നെഗറ്റീവ് ഇല്ല, 4 ഓപ്ഷൻ ഉണ്ട്, ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഇൻസ്ട്രക്ഷൻ ആയി, നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ ചെയ്യും. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സ്റ്റുഡൻസ്. ഇൻസ്ട്രക്ഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കിട്ടും. ഇത് തന്നെ ധാരാളം. ഈ ഒരൊറ്റ ഇതുണ്ട്. ക്ലാസ് റൂം എൻവയോൺമെന്റ്. എന്തിനാ നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ട് ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് എന്താ യഥാർത്ഥത്തിൽ? അത് കൾച്ചർ ഓഫ് ലേണിംഗ് ആണ്, ഒരു ലേണിംഗ് സെന്റർ ആണ്. ഈ ഒരു ലോജിക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കി ഒന്നും കിട്ടുന്നില്ല. C2 ആണെന്ന് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, C2 വരുന്നത് ഇത് മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രം മതി ആൻസർ ഗോ ടു 2 എന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളുടെ ക്ലാസ് റൂമിലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിലും നമ്മൾ നിങ്ങളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന നോളജും തോട്ട് പ്രോസസ്സും വെച്ചിട്ട് യു കൻ ഡിറൈവ് ഇൻ ടു ദ ആൻസർ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഓരോ യൂണിറ്റിലും ഓരോ ചാപ്റ്ററിലും അല്ലെങ്കിൽ ഓരോ സെഷൻസിലും നമ്മൾ ചെയ്യിപ്പിക്കുന്ന പ്രാക്ടിക്കൽ അപ്രോച്ച് എന്നുള്ളത്. ലൈവ് MCQs ഡിസ്കഷൻസ് പങ്കെടുക്കുന്ന പിള്ളേരുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ പിള്ളേരെ തന്നെ. അതിലൂടെ ഇങ്ങനത്തെ ലോജിക് വർക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് വോണ്ട് ബി ഹാവ് ദാറ്റ് ഫീലിംഗ്, അയ്യോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ലായിരുന്നു. സ്റ്റുഡൻസ് വിൽ ബി ഹാവിംഗ് സം കൈൻഡ് ഓഫ് ട്രൈ ടു ആൻസർ ദാറ്റ് വൺ. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കൂടുതൽ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ആൻസർ കിട്ടിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് കാര്യം. ഗോ ഇൻ ടു അനദർ ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആണ്, ടെക്നോളജിയാണ്. You have 20 seconds to answer. Make it faster.
സ്റ്റുഡൻസ് ആർ മേക്കിംഗ് ദ ഓപ്ഷൻ 1 ഉം 3. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷനാ? ഇങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതെന്താ? മൗസ്. എനിക്കറിയാവുന്ന ഇത് വായിച്ചപ്പോ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് യൂസും പറയുന്നുണ്ട്. മൗസിന്റെ ഉപയോഗം എന്താ? ഇവിടെ ബാർകോഡ് റീഡർ ഉണ്ട്, മൈക്രോഫോൺ, സ്കാനർ, മൗസ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്ക് ഒന്ന് സ്കാനർ, മൗസ് ഒക്കെ തന്നെ അല്ലേ? നമുക്ക് മൗസ് എടുക്കാം. മൗസിന്റെ എൻ്റർ ഹാർഡ് കോപ്പി ഇമേജിൻസ് ടു കമ്പ്യൂട്ടർ. ഹാർഡ് കോപ്പി പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫോട്ടോ ഉണ്ടെന്ന് വിചാരിക്കുക, എന്റെ പേഴ്സണലിന്റെ ഫോട്ടോ ഉണ്ട്, അതാണ് ഹാർഡ് കോപ്പി. സോഫ്റ്റ് കോപ്പി ആണ് ഡിജിറ്റൽ കോപ്പി. ആ ഹാർഡ് കോപ്പിനെ കമ്പ്യൂട്ടർ കയറ്റി മൗസ് വെച്ചിട്ടാണോ, മൗസിന്റെ ഉള്ളിൽ ഇട്ടിട്ടാണോ? അല്ല. അപ്പൊ അതല്ല മൗസിൻ്റെത്. ഓക്കെ, ഇനി ടു സെലക്ട്, അപ്പൊ ഡിന്റെ 1 അല്ല, അപ്പൊ ഡിന്റെ 1 അവിടെ കൊടുത്തിരിക്കുന്നത്, അപ്പൊ ഇതല്ല. അങ്ങനെ ആലോചിച്ചൂടെ? നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ മാത്രം മതിയെന്നേ. ടു സെലക്ട് ഐറ്റംസ് ഫ്രം എ മെനു ഇൻ സോഫ്റ്റ്വെയർ, അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ടു ഇൻപുട്ട് ഡാറ്റ ഫ്രം എ ഫുഡ് ഐറ്റം ഇൻ മോൾ അറ്റ് പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ. നിങ്ങൾ എവിടെയും പോയിട്ട് POS മെഷീൻ പറഞ്ഞാൽ എന്താ മനസ്സിലായോ? നമ്മളിങ്ങനെ ഈ പെട്രോൾ ബങ്കിലൊക്കെ പേയ്മെന്റ് നടത്താൻ നേരത്തെ ഇങ്ങനെ കാർഡ് കൊടുക്കാനോ വൈഫൈ വെച്ചിട്ട് സ്കാൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതാണ് POS അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മൗസ് ആണോ ഉപയോഗിക്കുന്നത്? അല്ല, വി ആർ നോട്ട് യൂസിങ് മൗസ്. അപ്പൊ എന്തല്ല, 3 അല്ല, ഡിന്റെ 3 അല്ല. അപ്പൊ 3 പറഞ്ഞതിന്റെ ഉത്തരം കണ്ടില്ലേ? ടു ക്രിയേറ്റ് വോയിസ് ഓവർ എ പ്രസന്റേഷൻ ആണോ? അല്ല, അതിന് നമ്മൾ മൈക്രോഫോൺ അല്ല ഉപയോഗിക്കുന്നത്. കണ്ടോ, നമ്മൾ പ്രസന്റേഷൻ ഭാഗമായിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കുന്നത്. അപ്പൊ മൈക്രോഫോൺ B4 ആണ് വരുന്നത്. അപ്പൊ B4 വരുന്നത് ഇതെന്തായാലും എല്ലാം നമ്മൾ തീരുമാനിച്ചു, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ 1A3 ആണ് ബാർകോഡ് റീഡർ, B4 ആണ്. സ്കാനർ എന്താണ്? ഹാർഡ് കോപ്പി ഇമേജസ് ഉള്ളിലോട്ട് കയറ്റാണ്, സ്കാൻ ചെയ്യാണ്. മൗസ് എന്താണ്? ഇതാണ്. തെറ്റിയവർക്ക് ലോജിക്ക് മനസ്സിലായോ? 2, 3 ഒക്കെ പറഞ്ഞവർക്ക് ഉത്തരം മനസ്സിലായോ എന്തുകൊണ്ടാണ് 1 ആയത് എന്നുള്ളത്? ഗിവ് മീ യെസ് ആൻഡ് ഇഫ് യു ലൈക്ക്. നിങ്ങൾക്ക് മെത്തേഡ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഗിവ് മീ സപ്പോർട്ട്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ, കാരണം ഇങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും കിട്ടുമോ? ചില ആൾക്കാരെ കിട്ടുമായിരിക്കും, പക്ഷെ എല്ലാരും കിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായല്ലോ, അതുകൂടി ഒന്ന് പറയാം കേട്ടോ. ഫൈൻ. നിങ്ങൾക്ക് ഫ്രീക്വന്റ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് കോർ കോൺസെപ്റ്റ് എന്നാ. നമ്മൾ നേരത്തെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് ചോദ്യം ചെയ്തതുപോലെയുള്ള ഒരു കോൺസെപ്റ്റ്. ഡയറക്റ്റ് ഫാക്റ്റ് ആണ്. നമ്മൾ ടെക്നോളജി വെച്ചിട്ടുള്ള ഡിവൈസസ് പറഞ്ഞില്ലേ, ഇൻപുട്ട് ഡിവൈസുകൾ, അത് ഡയറക്റ്റ് ഫാക്റ്റുകളാണ്. ദെൻ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ജെമിനി. ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ഈ 3 കാറ്റഗറിയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. ഐ റിപ്പീറ്റ്, സോ യു ഹാവ് എ ബ്യൂട്ടിഫുൾ സിലബസ്. 10 യൂണിറ്റ് ഉണ്ട്. ഓരോ യൂണിറ്റിൽ നിന്നും മിനിമം നിങ്ങൾക്ക് 5 സബ് ടോപ്പിക്കുകളെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു പോകാനുണ്ടാകും. സോ മീനിങ് 50 സബ് ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനുണ്ട്. ഈ 50 ടോപ്പിക്കുകൾ നിങ്ങൾക്കുള്ളത് എക്സാമിന് 110 ദിവസം മാത്രമാണ്. നിങ്ങളെ കൊണ്ട് ഈ 50 സബ് ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിക്കണം, അലോങ് വിത്ത് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. അപ്പോഴാണ് നിങ്ങൾ പേപ്പർ 1ന്റെ പ്രാധാന്യവും സിഗ്നിഫിക്കൻസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്ന് മാത്രം പറയാണ്. കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കോർ ടോപ്പിക്സിന്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഞാൻ തരാം. അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളുടെ പേപ്പർ 1 കോഴ്സിൽ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ വളരെ ഏറ്റവും ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഫോർഡബിലിറ്റി പ്ലസ് ക്വാളിറ്റി എന്നുള്ളതാണ്. അതായത് ഇത് അഫോർഡബിൾ ആയിരിക്കണം പ്ലസ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളത്. ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള അഫോർഡബിലിറ്റി വേണ്ട. ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിൽ. നമ്മൾ കോഴ്സിന്റെ പ്രൈസ് ഇട്ടിരുന്നത് 3000 ആണ്. ഇപ്പോൾ അതിന് നമ്മൾ 2500 വാങ്ങിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു സെഷന്റെ ഭാഗമായിട്ട് വി ആർ ആക്ച്വലി നമ്മൾ ഒരു ഓഫറൂടെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 1500. നിങ്ങൾക്ക് വെറും 1500 രൂപ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റലിന്റെ ഈ പേപ്പർ 1 കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതിൽ മാത്സിന്റെ 2-3 സെഷൻസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷനിൽ കാണാൻ വേണ്ടി പറ്റും. നോട്ട്സ് ചെയ്തെടുക്കാൻ പഠിക്കാം. ബാക്കി നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നുണ്ട്. മാത്സിന് മാത്രം 10 ക്ലാസ്സാണ്. 1.5 മണിക്കൂറിന്റെ 10 ക്ലാസ് ആണ് മാത്സിനുള്ളത്. അപ്പൊ മാത്സിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഉദ്ദേശം നിങ്ങൾക്ക് അറിയാം, നേരത്തെ പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ്. അപ്പൊ 10 ക്ലാസ് മാത്സിനുണ്ട്. ബാക്കി എല്ലാത്തതും കൂടിയിട്ട് ഒരു 20-25 ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന് കൂടുതൽ ഫുൾ ടെസ്റ്റുകളുണ്ട്, യൂണിറ്റ് ടെസ്റ്റുകളുണ്ട്. അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് പേപ്പർ 1 സഹായിക്കുന്ന ഒരു കോംപ്രഹെൻസീവ് പാക്കേജ് ആണ് എന്ത്, ദിസ് വൺ എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു ഓഫർ വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ദാറ്റ് ഈസ് ഫെബ്രുവരി 15 ഇന്ന് മുതൽ ഫെബ്രുവരി 18 വരെ 3 ദിവസത്തേക്കേ ഉള്ളൂ. അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ ഇതിൽ കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നൗ ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ നിർബന്ധിച്ച് പിടിച്ചിട്ട് എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഒരു വില്ലിങ്നെസ് ഉണ്ടാവണം. അവർ ചോയ്സും കാര്യങ്ങളൊക്കെ വരണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കോർ ടോപ്പിക്സ് പറയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ ജസ്റ്റ് അത് പറയുന്നുള്ളൂ, നിങ്ങൾ അതൊന്ന് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റ് മീ ഷെയർ ദാറ്റ് സ്ക്രീൻ ആസ് വെൽ. ഒരു സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറയണേ പെട്ടെന്ന്. ഒന്ന് സമയം കളയുന്നില്ല. വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ്. 1 മണിക്കൂറായി ഏകദേശം. ഓക്കെ ഫൈൻ. നിങ്ങൾ പേപ്പർ 1 പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തിരിക്കേണ്ട ഒരു ചാർട്ടാണത്. ഓക്കെ, ക്രിസ്റ്റലിൽ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്ന തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടാണത്. ഇത് നമ്മൾ കൃത്യമായിട്ട് സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്, അല്ലാതെയും നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇത്രയും ഏരിയാസ് മുഴുവൻ മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പറയുന്നത്, നിങ്ങൾ ഈ പേപ്പർ 1ന്റെ കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട്, അതായത് പഠിച്ചു തീർക്കാൻ വേണ്ടിയല്ല, കൃത്യമായിട്ട് നിങ്ങൾ വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 75 to 85 മാർക്സ് എങ്കിലും മിനിമം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് മാത്രം. കാരണം ഈ ചാർട്ടിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന എത്ര ടോപ്പിക്കാണ്? 23 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. 23 ടോപ്പിക്. അതിൽ ടീച്ചിങ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഓരോ യൂണിറ്റിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇവിടെ നോക്കുക, നിങ്ങളുടെ നിലവിൽ ഈ ചാർട്ട് ഒന്ന് പ്രിന്റ് എടുക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾ പ്രിന്റ് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ലെവൽസ് ഓഫ് ടീച്ചിങ്, ഇതിലൊരു യൂണിറ്റിന്റെ സബ് ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഹയർ ലേണിംഗ് ഇവാലുവേഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണ്. ഇത് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയാമെന്ന് നോക്കുക. ഇത് നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക, ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത റിവിഷൻ 1, റിവിഷൻ 2. ഇവിടെ വിത്ത് PYQs പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റൻസ് നിങ്ങൾ നോക്കണം എന്നുള്ളതുണ്ട്. ഇത് സെൽഫ് ലേണിംഗിന് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പൊ നിങ്ങൾ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ എവറിത്തിങ് വിൽ ബി പ്രൊവൈഡഡ് ബൈ us itself. നമ്മൾ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പീരിയോഡിക് ലേണിംഗ് നടക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലോട് കൂടെ നമ്മുടെ കോഴ്സസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് മെയ് മാസം ഫുള്ള് റിവിഷൻ ആയിരിക്കും, പേപ്പർ 1ഉം പേപ്പർ 2 ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ ജോയിൻ ചെയ്തിട്ട് അവസരം ഉപയോഗിച്ചോളൂ. നിങ്ങൾ എന്തായാലും ഫീസൊന്നും വലിയ ഫീസ് അല്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുന്ന സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ നോക്കുക. കാരണം സെൽഫ് സ്റ്റഡിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, യു ഹാവ് ടു ചൂസ് ദാറ്റ് വൺ. കാരണം ഞാൻ കോച്ചിങ് ഇല്ലാതെ 6 times നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. 6 തവണ എക്സാം ചെയ്തിട്ടുള്ള 6 തവണ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ഐ സ്റ്റാർട്ടഡ് അവർ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അഫോർഡബിലിറ്റിയും ക്വാളിറ്റിയും കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നോക്കൂ. ഇതെന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും കേട്ടോ. അപ്പോൾ ബൈ ദിസ് ആക്ച്വലി വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് അവർ ടുഡേയ്സ് ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ടും ചോദിക്കാം, അല്ല എങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ടും ചോദിക്കാം. ഓക്കെ.